ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിൻ്റെ ഇൻറ്റിഗ്രേഷൻ ഉത്കൃതൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് ഈ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾക്കും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്തെല്ലാം കാഴ്ചകൾ എന്നുള്ളതാണ്. നിറം നൽകാമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് പുറത്തൊന്നും പോവാതെ നല്ല സൂക്ഷ്മമായിട്ട് നിങ്ങൾ കളർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത് എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. എന്തൊക്കെയാണ്? 2 കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതുപോലെ 2 സ്ത്രീകൾ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമീണമായിട്ടുള്ള ചിത്രമാണ് ഇവിടെ കാണുന്നത്. പക്ഷികൾ പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പശു പുല്ല് തിന്നുന്നുണ്ട്. മരങ്ങളും തെങ്ങും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും നിങ്ങളിവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ചോദ്യം, വാഹനങ്ങൾ പലതരം എന്നുള്ളതാണ്. കണ്ടെത്താം, തരംതിരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെള്ളത്തിലൂടെ പോകുന്നത് ഏതൊക്കെയാണ്? വെള്ളത്തിലൂടെ പോകുന്നത് ഒന്ന് തോണിയാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ തോണി, കപ്പൽ, ബോട്ട്, ഇതെല്ലാം വെള്ളത്തിലൂടെ പോകുന്നതാണ്. ഇനി ഹെലികോപ്റ്റർ എങ്ങനെയാണ്? ആകാശത്തിലൂടെ പോകുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആകാശത്തിലൂടെ എന്ന് എഴുതി കൊടുക്കാം. ഹെലികോപ്റ്റർ. പിന്നെന്താണുള്ളത്? വിമാനം. ഇനി അടുത്തത് എന്താണ്? കരയിലൂടെ പോകുന്നത് എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ കരയിലൂടെ എന്ന് എഴുതി കൊടുക്കുക. ഏതൊക്കെ എഴുതണം നമുക്ക്? ബസ്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ ലോറി, ട്രെയിന്, ഇതൊക്കെ കരയിലൂടെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വെള്ളത്തിലൂടെ, ഏതൊക്കെയാണ് വായുവിലൂടെ അല്ലെങ്കിൽ ആകാശത്തിലൂടെ, കരയിലൂടെ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതെന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരും. അടുത്ത ചോദ്യം നോക്കൂ. തെയ്യക തിന്തക തെയ്യാരോ എന്നുള്ളതാണ്. പാടാം, എഴുതാം. തെയ്യക തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, ചുവന്ന നിറത്തിൽ തക്കാളി, ഉരുണ്ടിരിക്കും തക്കാളി. അടുത്തത് എന്താണ് വരിക? തെയ്യക തിന്തക തെയ്താര, തെയ്യക തിന്തക തെയ്താര. അടുത്ത ഏതാണ്? കുമ്പളങ്ങയാണ് അല്ലേ? അപ്പം എന്താണ്? പച്ച നിറത്തിലാണ്. അപ്പോൾ ഇവിടെ പച്ച നിറത്തിൽ കുമ്പളങ്ങ. അടുത്ത എങ്ങനെയാണ്? നീളത്തിലിരിക്കും കുമ്പളങ്ങ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? പാവക്കയാണല്ലേ? അപ്പോൾ ഈ 2 വരി അതേപോലെ തന്നെ തെയ്യക തിന്തക തിന്താരോ എന്നുള്ളത് ഇവിടെ എഴുതാം. അതിനുശേഷം പച്ച നിറത്തിൽ കൈപ്പക്ക. ഓക്കെ, കൈപ്പക്ക. ഇത് എങ്ങനെയാണ്? നീളത്തിലിരിക്കും കൈപ്പക്ക എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്തത് വള്ളിയിലാരി ചെടിയിലാരി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുളക്, മത്തന്, കുമ്പളങ്ങ, പാവക്ക, തക്കാളി, വെണ്ടക്ക, വഴുതനങ്ങ, വെള്ളരി, ഇത്രയും സാധനങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ വള്ളിയിലുള്ളത് ഏതൊക്കെയാണ്, ചെടിയിലുള്ളത് ഏതൊക്കെയാണെന്ന് എഴുതണം. മുളക് ഏതിലാണ്? ചെടിയിലാണ്. അപ്പോൾ മുളക് ഇവിടെ എഴുതി കൊടുക്കാം. കുമ്പളങ്ങ എവിടെയാണ്? വള്ളിയിലാണ്. അപ്പോൾ കുമ്പളങ്ങ. അടുത്ത് തക്കാളി. തക്കാളി എവിടെയാണ്? ചെടിയിലാണ് അല്ലേ? അപ്പോൾ തക്കാളി. വഴുതന എവിടെയാണ്? വഴുതനയും ചെടിയിലാണ്. വഴുതന ചെടിയിലാണ്. അടുത്തത് മത്തൻ. മത്തൻ വള്ളിയിലാണ്. അപ്പോൾ മത്തൻ. പാവയ്ക്കയോ? പാവയ്ക്കയും വള്ളിയിലാണ്. അടുത്തത് നോക്കൂ, വെണ്ട. വെണ്ട എവിടെയാണ്? ചെടിയിലാണ് ഉണ്ടാവാറുള്ളത്. വെണ്ട. വെള്ളരിയോ? വെള്ളരി വള്ളിയിലാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് എഴുതി കൊടുക്കാൻ. അപ്പോൾ ഏതൊക്കെയാണ് വള്ളിയിൽ ഉണ്ടാവുന്നത്, ഏതൊക്കെയാണ് ചെടിയിൽ ഉണ്ടാവുന്നത് എന്ന് കൂട്ടുകാർ പഠിച്ചിരിക്കണം. അടുത്തത് ഇവിടെ പറയുന്നുണ്ട്, ഒരു ഇലക്കറിയുടെ പേര് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തെഴുതാം നമുക്ക്? മുരിങ്ങ ഇല എഴുതി കൊടുക്കാം അല്ലേ? മുരിങ്ങ ഇല. ഓക്കെ, മുരിങ്ങ ഇല എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഹലോ ഹലോ എന്നാണ്. പറഞ്ഞത് എന്തല്ല? നിഹാലും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ നിഹാൽ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കും, ഹലോ നിഹാലെ, എന്താണ് വിശേഷം? അപ്പോൾ നിഹാൽ എന്ത് പറയും? സുഖമായിരിക്കുന്ന അമ്മ, എന്താണ് അമ്മയുടെ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ എന്തൊക്കെയാണോ പറയുന്നത് എന്നതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇത്രയുമായിരുന്നു നമ്മുടെ ഈ ഒരു ഇൻ്റഗ്രേഷൻ ഡേ 1 അല്ലെങ്കിൽ ഉത്കൃതനം 1ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പഠിക്കുക. ഒരു ചിത്രം തന്നാൽ അതിൽ കാണുന്ന കാഴ്ചകളൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.